ഇപ്പൊ നമ്മൾ ഫാമിലി ട്രിപ്പ് ഊട്ടിക്ക് പോകണ്ടാ പോകുമ്പോ അല്ല പാട്ടോ ഡാൻസ് ഒക്കെ ആയിട്ടാണ് ഈ പോകുന്നത്. ഞാനൊക്കെ തലോണ്ട് പെരും ഡാൻസിന് ഡാൻസ് എന്ന് പറയാൻ പറ്റിയ ഒരു ടൈപ്പ് ചാടി കളിച്ച് ബസ്സിൽ എണ്ണടിച്ചാനും മൂത്രയിച്ചാനൊക്കെ ആയിട്ട് പമ്പിലെത്തിയതാ. ഏതൊരു ചുരം കയറിക്കൊണ്ട് കാണുമ്പോ ബസ്സിലായണ്ട് തന്നെ പേരും കാര്യങ്ങളൊന്നും നമുക്കറിയാം. പോകുമ്പോ ഞാൻ ഇതേപോലെ തന്നെ ഉറങ്ങാൻ വിചാരിച്ചു. എന്താ അറിയാം ഉറക്കം കിട്ടണ ഈ ടൈമിൽ ഓണ ബൈക്കുന്ന ഈ പള്ളിന്റെ ഇവിടെ നിർത്തി മൂത്രയിക്കല ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇഡ്ഡലി പത്തിരി സാമ്പാർ എല്ലാ ഐറ്റം ഉണ്ട് ഇവിടെ. ഇതൊക്കെ വരുമ്പോ കൊണ്ടുവന്നാ ഇന്ത്യൻ കസിന്റെ ഒരു ചായക്കടയാണ്. ചായക്കടി നിന്നുകൊണ്ട് കാണുമ്പോ ഇതാണ് നമ്മൾ വന്ന ബസ്. നമ്മൾ എടുത്ത് കൂടെ ഒരു നായി മണ്ടി കളിച്ചിട്ടുണ്ട്. ഞാനും എന്റെ കസിനും എടുത്തുള്ള ഷോപ്പ് കയറി കണ്ട ഒരു ബിസ്ക്കറ്റ് ആണ് മേങ്ങി. അതിനൊന്നും എടുത്തുകൊണ്ട് നായി കിട്ടെടുത്ത് കള്ള നായി തിന്നണിയ. അതിനൊന്നും എടുത്തുകൊണ്ട് ഞാനൊന്നും തൊള്ളിക്കിട്ട് ഓന്റെ ബിസ്ക്കറ്റ് ഞാൻ ചോദിച്ചെടുത്തമാരെ നോട്ടം. അങ്ങനെ വന്ന് ഏതൊരു ജംഗ്ഷനിലെത്തി നമ്മൾ ആദ്യം കണ്ട ഒരു തേയിലത്തോട്ടാണ്. വേറെ ഏതൊരു ടീംസ് പുറത്തുനിന്ന് ചാടിച്ചിട്ടുണ്ടോ. ഞാനിവിടെ വിൻഡോ സീറ്റിലിരുന്ന് കാഴ്ചയും കണ്ട് ആസ്വദിച്ച് പോകണം. തണുപ്പിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു തണുപ്പുണ്ട്. വെയിലാണെന്നുണ്ടെ ചില്ലറ വെയിലല്ല. ഏകദേശം ഒരു ടൈം ആയപ്പോ നമ്മളെ ഫോൺ കണ്ട് സൈഡായി. നമ്മളങ്ങനെ ചായപ്പൊടി ഫാക്ടറിയിൽ എത്തി. കൈമിലൊരു ടാഗ് കണ്ട് ബലിച്ച് കെട്ടിക്കണം. ഈ കാണാണ് ആ ഫാക്ടറി. ചേച്ചി ഇത് ചോക്ലേറ്റ് ഉണ്ടാക്കണം. ടിക്കറ്റ് കൗണ്ടറാണ് മുമ്പ് കാണുന്നത്. ടിക്കറ്റ് എടുത്ത് കണ്ട് ഉള്ളിൽ കയറി കാണുന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ചായ കണ്ടിട്ട് നമുക്ക് ചായപ്പൊടി ഉണ്ടാക്കാനുള്ള മെഷീനാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഉച്ചയപ്പത്തിന് ഒരു ഗാർഡനിലെത്തി ചോർന്ന് കൊണ്ട് കാണാം. ഈ കാണാണ് ആ ഗാർഡൻ. പോകുമ്പോൾ മൊട്ടക്കുന്നിന്റെ സൈഡത്തെ കുന്ന് കയറി നമ്മൾ ഓണ ബൈക്കിൽ കമ്പം ചുട്ട